ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പ്രീമിയർ ലീഗായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരുടെ സംസ്ഥാനത്തുള്ള ആളുകളെ, യുവതലമുറകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രീമിയർ ലീഗുകൾ സംഘടിപ്പിക്കുന്നത്. തമിഴ്നാട് പ്രീമിയർ ലീഗ്, കർണാടക പ്രീമിയർ ലീഗ്, അതുപോലെ ആന്ധ്ര പ്രീമിയർ ലീഗ്, ബോംബെ പ്രീമിയർ ലീഗ്, ഡൽഹി, ഇങ്ങനെ പ്രീമിയർ ലീഗുകൾ എല്ലാ സംസ്ഥാനങ്ങളും നടത്തുകയാണ്. എന്നാൽ കേരളത്തിൽ മാത്രം ഒരു പ്രീമിയർ ലീഗും നടപ്പിലാക്കുന്നില്ല. KCA എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മളെ കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. അവർ AC റൂമിലിരിക്കുക, തിന്നുക, സുഖിക്കുക, ഈ പരിപാടി മാത്രമാണ്. ഇങ്ങനെ യുവതലമുറകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടികളും KCAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരു പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കാൻ ഒന്നിനും അവർ തയ്യാറാവുന്നില്ല. പൈസ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ നടത്തുന്ന സംസ്ഥാനങ്ങളൊന്നും പൈസ ഉണ്ടായിട്ട് നടത്തുന്നതല്ല. അവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിട്ടല്ല. അവർ സ്പോൺസർഷിപ്പ് ക്ഷണിക്കുകയാണ്. ഇതൊക്കെ നടത്തുന്നത് സ്പോൺസർഷിപ്പ് വഴിയാണ്. അത് കേരളത്തിലും കിട്ടും. പക്ഷേ മേലണങ്ങി വയർക്കണം, അപ്പോഴാണ് ഇപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ. ഇതിനൊന്നും അവർ തയ്യാറല്ല. യുവതലമുറകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് യാതൊരു നടപടിയും KCAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഒരു സംഭവം ചെയ്യുന്നില്ല അവർ. എന്തിനാണ് ഇങ്ങനെ തലപ്പത്ത് അവർ ഇരിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ, കുട്ടികളെ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ പ്രീമിയർ ലീഗുകൾ, അതുപോലെ മത്സരങ്ങൾ സംഘടിപ്പിക്കണം. ഇതൊന്നും KCA ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരവരെ കഴിവുകൊണ്ട് ഉയർന്നു വന്ന ആൾക്കാർ മാത്രമുള്ളൂ. ശ്രീശാന്ത്, അതുപോലെ സഞ്ജു സാംസൺ, ഇവരനൊക്കെ താഴ്ത്തിക്കാക്കാനാണ് KCA ശ്രമിക്കുന്നത്. ഇത്തരം നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഒന്നും ചെയ്യുന്നില്ല അവർ. എന്തിനാണ് ഒരാളെ സ്ഥാനത്ത് ഇരിക്കുന്നതെന്നും ഇവിടുത്തെ കണ്ടില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോയെങ്കിലും ചെയ്യണം. ഇതൊന്നുമില്ലാതെ ഒരാളെ തിന്നില്ല തീറ്റിക്കില്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞുകൂടിയാണ് KCA അംഗങ്ങൾ.